നായികയായിട്ടും അമ്മൂമ്മയായിട്ടും. അപ്പോൾ എന്താണ് പറയാനുള്ളത്? എല്ലാവർക്കും നമസ്കാരം. ഇത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതൊരു വിശ്വാസത്തിൻ്റെ സിനിമയാണ്. അത് സുജിത്തേട്ടൻ അദ്ദേഹത്തിൻ്റെ കഥയെ വിശ്വസിച്ചു. ആ കഥ ജിതിൻ വിശ്വസിച്ചു. ബഹുമാനം കൊണ്ട് ഇപ്പോൾ എന്നെ ചേച്ചിന്ന് വിളിച്ചിരുന്നതാ. ഞാനിപ്പോൾ ജിതിൻ ചേട്ടൻ എന്നൊക്കെ ആയി. ജിതിൻ വിശ്വസിച്ചു, ജിതിനെ ടോവി വിശ്വസിച്ചു, രാജാ സാർ ഈ സിനിമയെ വിശ്വസിച്ചു. അപ്പോൾ നമ്മുടെ ലിസ്റ്റിൻ ചേട്ടനാണ് രാജാ സാറിന് പറഞ്ഞത്. ലിസ്റ്റിൻ ചേട്ടൻ നോക്കൂ, ലിസ്റ്റിൻ ചേട്ടൻ്റെ ബിസിനസ് നടക്കുമോ എന്ന് രാജാ സാറിനോട് ചോദിച്ചപ്പോൾ ലിസ്റ്റിൻ ചേട്ടൻ വീണ്ടും അത് വിശ്വസിച്ചു. അങ്ങനെ മൊത്തത്തിൽ ഇതൊരു വിശ്വാസത്തിൻ്റെ സിനിമയാണ്. അപ്പം ഞങ്ങളേറെ വിശ്വസിക്കുന്നുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു സിനിമ ഇഷ്ടപ്പെടും എന്നുള്ളത്. അപ്പം ഇതിൽ മണിയൻ എന്ന് പറയുന്ന ടൊവിനോ ചെയ്യുന്ന ക്യാരക്ടറിൻ്റെ പേരായിട്ടാണ് ഞാൻ വരുന്നത്, മാണിക്യം എന്നുള്ളത്. അപ്പോൾ ഈ മാണിക്യം നമുക്ക് എപ്പോഴും ഒന്നും ഞാനിതുവരെ കണ്ടിട്ടില്ല, കേട്ടിട്ട് മാത്രമേ ഉള്ളൂ. പക്ഷേ എനിക്കൊരു മാണിക്യം പോലെയുള്ള ഒരു കഥാപാത്രത്തെ കിട്ടിയ സിനിമ കൂടിയാണ്. താങ്ക് യു സുജിത്ത് ചേട്ടാ, താങ്ക് യു ജിതിൻ, ലിസ്റ്റിൻ ചേട്ടാ, ടൊവി, എല്ലാവരോടും നന്ദി പറയുകയാണ്. ഇതിൽ ഞാൻ മാത്രമല്ല സ്ത്രീ കഥാപാത്രമായിട്ടുള്ളത്. കൃതി ഷെട്ടി ഉണ്ട്, അതുപോലെ തന്നെ ഐശ്വര്യ രാജേഷ് ഉണ്ട്, പാർവതി ചേച്ചിയുണ്ട്. അതുപോലെ ഒരുപാട് സ്ത്രീ കഥാപാത്രങ്ങൾ ഈ സിനിമയുടെ ഭാഗമാണ്. അവർക്കൊന്നും ഇവിടെ ഈ ഒരു സമയത്ത് എത്തിപ്പെടാൻ സാധിക്കാത്തത് കൊണ്ട് അവരുടെ എല്ലാവരുടെയും പ്രതിനിധിയായിട്ടാണ് ഞാനിവിടെ നിൽക്കുന്നത്. അപ്പോൾ എന്നെ ത്രിതി ഷെട്ടി എന്നാണ് ഇവർ ഇൻ്റർനാഷണൽ പ്രൊമോഷനിലൊക്കെ 3 പേര്. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ അവിടെയൊക്കെ പോയവരെ വന്നിട്ടുള്ളത്. എന്തായാലും ഈ ഒരു സിനിമയുടെ കൂടെ നിൽക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു നമ്മൾ ഈ ഒരു സിനിമയുടെ ഒരു ചുഴിയിൽ പെട്ടതുപോലെയാണ്, അതിൻ്റെ ഒരു ലഹരിയിൽ. കാരണം അതെല്ലാവരുടെയും കൂട്ടമായിട്ടുള്ള ആ ഒരു എനർജിയിൽ പെട്ടതുപോലെയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായി നിൽക്കുന്നതിൽ സന്തോഷം. നാളെ നിങ്ങളെല്ലാവരും സിനിമ കണ്ട് മലയാളത്തിൽ നിന്ന് ഇങ്ങനെ ഒരു സിനിമ വരുന്ന സമയത്ത് എപ്പോഴും പറയാറുണ്ട്, മാർക്കിടാൻ വേണ്ടിയിട്ട് പോവുക എന്നുള്ളതല്ലാതെ ഒന്നും ഒരു പ്രതീക്ഷയുടെ അമിത ഭാരമൊന്നും ഇല്ലാതെ നിങ്ങളത് കണ്ട് നമ്മുടെ മലയാള സിനിമയെ RRR പോലെ KGF പോലെ ARM എന്നുള്ള രീതിയിൽ നമ്മുടെ സിനിമ വരുന്നതിൽ നല്ലതല്ലേ അല്ലേ?